നമസ്കാരം. കോൺഗ്രസ് പാർട്ടി സംഘടനാപരമായിട്ടുള്ള തലത്തിൽ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ നേതൃനിരയിലെ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരികയാണ്. ജയിൽ മോചിതനായ ശേഷം കൂടുതൽ ഊർജ്ജസ്വലനായി തന്നെ തിരിച്ചെത്തിയ സന്ദീപ് വാര്യർ ചുരുങ്ങിയ കാലയളവിൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കളെ അപേക്ഷിച്ച് മികച്ച സ്വീകാര്യതയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നിൽക്കുമ്പോഴും സ്വർണ്ണക്കൊള്ള നടത്തി അയ്യപ്പനെയും ജനങ്ങളെയും പരിഹസിക്കുന്ന മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും നേരെ ഇപ്പോൾ പ്രതിഷേധം നടത്തിയതിനെ തുടർന്നുണ്ടായ ഈ ജയിൽവാസവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാതയിൽ ഏറെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞു. മോചിതനായ ശേഷം പാർട്ടി അദ്ദേഹത്തിന് വമ്പൻ സ്വീകരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. KPCCയിലെ പ്രധാന ചുമതല നൽകി ആദരിക്കുകയും ചെയ്തു. ഹൈക്കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്ന പുനഃസംഘടനാ പട്ടികയിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറിമാരുടെ നിരയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഈ പട്ടികയിൽ 13 ഉപാധ്യക്ഷന്മാരും 58 ജനറൽ സെക്രട്ടറിമാരുമാണ് ഉൾപ്പെടുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെട്ടപ്പോൾ തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോട് രവിയെ KPCC ഉപാധ്യക്ഷനാക്കി. VK നാരായണനാണ് പുതിയ KPCC ട്രഷറർ. ദീർഘനാളത്തെ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷമാണ് ഈ പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് സംഘടനാപരമായിട്ടുള്ള ഉണർവ് നൽകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ KPCC ടീമിൽ 22 ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിൽ നിന്നും 150ഓളം പേരിലേക്ക് അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 77 സെക്രട്ടറിമാരിൽ നിർജ്ജീവമായവരെ ഒഴിവാക്കിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകിയിരുന്നവരിൽ ഭൂരിഭാഗവും തുടരുന്നതാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 10 പുതുമുഖങ്ങൾ എത്തുമെന്നും 3-4 പുതിയ വൈസ് പ്രസിഡന്റുമാർ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. മെറിറ്റിന് മുകളിൽ ജാതി മത സമവാക്യത്തിന് പരിഗണന നൽകാനുള്ള നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നു. ഇതിനിടയിൽ DCC പ്രസിഡന്റുമാരുടെ മാറ്റം സംബന്ധിച്ച ചർച്ചകളും ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. കുറഞ്ഞത് 7 DCC പ്രസിഡന്റുമാരെങ്കിലും മാറിയേക്കുമെന്നും തൃശൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മാറ്റം വേണമെന്നും അഭിപ്രായമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രശ്നങ്ങൾ കണ്ടെത്താനും പുതിയ വോട്ടുകൾ ചേർക്കാനും KPCC ഭാരവാഹി യോഗം തീരുമാനിച്ചതിനാൽ തന്നെ DCC അധ്യക്ഷന്മാരെ മാറ്റുന്നത് സംബന്ധിച്ച് ചില നേതാക്കൾക്ക് സംശയമുണ്ട്. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്നതിനാൽ തന്നെ ഭാരവാഹികളുടെ എണ്ണം കൂട്ടണമെന്നും പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ യോഗ്യരായവരെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള KPCC നേതൃത്വത്തിൻ്റെ ആവശ്യം അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയായിരുന്നു. തൃശ്ശൂരിൽ അടുത്തിടെ നിയമിതനായ ജോസഫ് ടാജറ്റ് ഒഴികെയുള്ള 13 DCC പ്രസിഡന്റുമാരെ മാറ്റുന്നതിനെക്കുറിച്ചോ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ നിലനിർത്തുന്നതിനെക്കുറിച്ചോ അന്തിമ തീരുമാനം ധാരണയായിട്ടില്ല. പ്രതിപക്ഷ നേതാവുമായും പ്രവർത്തക സമിതി അംഗങ്ങളുമായും ചർച്ച നടത്തിയ ശേഷമേ അഴിച്ചുപണി പൂർത്തിയാക്കൂവെന്നും KPCC DCC പട്ടികകൾക്ക് ശേഷം DCC ഭാരവാഹി പട്ടികയെക്കുറിച്ച് ആലോചിക്കുമെന്നും നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു.